പിണറായി വിജയനും നരേന്ദ്രമോദിയും അവരവരുടെ പാർട്ടികളോട് ചെയ്തിട്ടുള്ള പാതകം എന്താണ്? നരേന്ദ്രമോദി 11 വർഷക്കാലമായി ഭരണത്തിലിരിക്കുന്നു. പിണറായി വിജയൻ 10 വർഷക്കാലമായി ഭരണത്തിലിരിക്കുന്നു. ഈ രണ്ട് അധികായന്മാരായ നേതാക്കളും അവരുടെ ഭരണരീതികളും അവരവരുടെ പാർട്ടികളോട് ചെയ്തിട്ടുള്ള എന്താണെന്ന് നോക്കണം. അവരവരുടെ പാർട്ടികൾക്കകത്ത് ആഭ്യന്തര ജനാധിപത്യം എന്ന സംഗതിയെ ഈ രണ്ടുപേരും പൂർണ്ണമായും ഇല്ലാതാക്കി. നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ചോദ്യം ചോദിക്കാൻ കഴിയുന്ന ഒരു മെക്കാനിസവും ഒരു സ്പേസും BJP-യിൽ ബാക്കിയില്ല. മോദിയാണ് തീരുമാനിക്കുക. മോദിയും മോദിയുടെ ഓഫീസേഴ്സും അല്ലെങ്കിൽ അമിത്ഷായും തന്നെയാണ് സകലവും തീരുമാനിക്കുക. മറ്റാർക്കും ആക്സസ് ഇല്ല, മറ്റാർക്കും ഒരു ഇൻഫർമേഷനും ഇല്ല. നോട്ട് നിരോധിക്കാൻ തീരുമാനിക്കുന്നത് ക്യാബിനറ്റ് പോലും മര്യാദയ്ക്ക് അറിഞ്ഞിട്ടല്ല എന്ന കാര്യം ഓർക്കണം. അതുപോലെയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേരത്തെ CPM-ൻ്റെ സെൽ ഭരണം എന്ന വിമർശനം പലകുറി കേട്ടുള്ള പാർട്ടിയാണ്. കാരണം AK സെൻറ്ററിൽ നിന്നാണ് ഭരിക്കുന്നത് എന്ന വിമർശനമുണ്ട്. ഇപ്പം അങ്ങനെ ഒരു വിമർശനമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? AK സെൻറ്ററിലൊന്നും അറിയുന്നില്ല, LDF ഒന്നും അറിയുന്നില്ല, പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഒന്നും അറിയുന്നില്ല. എല്ലാം തീരുമാനിക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയനെ എതിർക്കാനോ പിണറായി വിജയൻ്റെ തീരുമാനത്തെ എതിർക്കാനോ കേരളത്തിലെ പാർട്ടിക്കോ പാർട്ടി മെക്കാനിസമോ കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, ആഭ്യന്തര വകുപ്പിൽ പ്രശ്നങ്ങളുണ്ടെന്ന് സംസ്ഥാന സമ്മേളനങ്ങളിലെല്ലാം വിമർശനം ഉയർന്നു. പിണറായി വിജയനോട് തിരുത്തണമെന്ന് പറയുന്നത് ഈ പാർട്ടിക്ക് പറ്റിയോ? അന്ന് ഈ സൈബർ സ്പേസിലെ അതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്ന 118 എന്ന് പറഞ്ഞ കരി നിയമം കേരള പോലീസ് ആക്ടിൽ കൊണ്ടുവന്ന മാറ്റം വ്യാപകമായി വിമർശിക്കപ്പെട്ടു. പിണറായി വിജയൻ ആ ഓർഡിനൻസ് ഇറക്കിയിട്ടതിൻ്റെ പിറ്റേന്ന് വാർത്താ സമ്മേളനത്തെ ന്യായീകരിച്ചു. അവസാനം ഭയങ്കരമായ സമ്മർദ്ദം ഉണ്ടാക്കി. CPM-ൻ്റെ ദേശീയ നേതൃത്വം ഇടപെട്ടിട്ടാണ് ഇത് പിൻവലിക്കേണ്ടി വന്നത്. സംസ്ഥാനത്തെ പാർട്ടി ഇരുട്ടത്ത് നിൽക്കുകയായിരുന്നു ഇത് നടപ്പിലാക്കും. കാരണം എന്താണ്? പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പോലീസുകാരും കൂടി ഉണ്ടാക്കിയതാണ് 118. അത് പിൻവലിക്കേണ്ടി വന്നു. ഞാൻ പറയുന്നത്, അപ്പോൾ നമുക്ക് പണി പാളിക്കൊണ്ടിരിക്കുകയാണെന്ന് ഗ്രൗണ്ട് റിയാലിറ്റി എടുത്തിട്ട് അത് വെച്ചിട്ട് വർക്ക് ചെയ്യുക, അതിനടിസ്ഥാനത്തിൽ സർക്കാരിനെ കറക്റ്റ് ചെയ്യുക, സർക്കാരിൻ്റെ ദിശ മാറ്റുക പോലുള്ള പണി നടക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന രണ്ട് അധികായന്മാരായ നേതാക്കൾ അവരവരുടെ പാർട്ടികളുടെ ആഭ്യന്തര ജനാധിപത്യ പ്രക്രിയയോട് ചെയ്തിട്ടുള്ള അതിക്രമം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കൂടെ ദുരന്തമാണ് ആ പാർട്ടി അനുഭവിക്കുന്നത്. ഇപ്പോൾ എന്നിട്ട് 3 മാസം മാത്രം ബാക്കി നിൽക്കുക. എവിടെ കറക്റ്റ് ചെയ്യാനാണ് പറ്റുക? ഞാൻ പറഞ്ഞ ഇപ്പോൾ ദാവൂദ് പറഞ്ഞ അഴിമതി ആരോപണങ്ങൾ കേട്ടില്ല എന്ന്. 1.25 കോടി രൂപ CMR-ൻ്റെ കയ്യിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങിയത് എന്തിന് എന്ന് വിശദീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് പറ്റിയിട്ടില്ല, മകൾക്ക് പറ്റിയിട്ടില്ല, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പറ്റിയിട്ടില്ല, പാർട്ടിക്ക് പറ്റിയിട്ടില്ല. ആ പാർട്ടി ചോദിക്കണ്ടേ? നമ്മളെ വേട്ടയാടണം അതിൻ്റെ പേരിൽ. എന്താണ് ഈ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ താമസിക്കുന്ന ആൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ആ പാർട്ടിക്ക് പറ്റണമായിരുന്നു. അത് ചെയ്തിട്ടില്ല. നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ജയിലിൽ പോയപ്പോൾ സ്വീകരിച്ച സമീപനം CM-ൻ്റെ മകളുടെ കാര്യത്തിൽ സ്വീകരിക്കാൻ പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല, അത് ഇപ്പോഴും അഴിമതിയാണെന്ന് വിശ്വസിക്കുന്നു പാർട്ടിക്കാർ അടക്കമുള്ള ആളുകൾ. കേന്ദ്ര സർക്കാർ നമ്മളെ വേട്ടയാടുകയാണ് എന്ന് പറയുമ്പോൾ, സാമ്പത്തിക പരിമിതിയുണ്ട്, ദാരിദ്ര്യമാണെന്ന് പറയുമ്പോൾ സർക്കാർ കോടിക്കണക്കിന് രൂപ മുടക്കി ബസ് വാങ്ങി യാത്ര നടത്തുകയാണ്. ആ യാത്രയിൽ പ്രതിഷേധവുമായി വരുന്ന ആൾക്കാരെ തല്ലി പദം വരുത്തുകയാണ്. എന്നിട്ട് അതെല്ലാം മാതൃകാപരമായ ജീവൻ രക്ഷാ നടപടിയെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുകയാണ്. ഇതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണ്? നിങ്ങൾ എന്തുമാത്രം വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. ഉമ്മൻചാണ്ടി പറഞ്ഞാൽ നിങ്ങൾ നല്ലത് ചെയ്തത് മാത്രം കാര്യമില്ല, നിങ്ങൾ നല്ലതാണ് ചെയ്യുന്നത് എന്ന് ജനങ്ങളെ കൊണ്ട് ബോധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പണി വേറെ എടുക്കണം എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ട് എന്ന് ജനങ്ങളിൽ എത്തിക്കാനുള്ള പണി വേറെ എടുക്കണം. ഇത് സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടി അതിൻ്റെ കൂടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി വന്ന് പ്രതിഷേധക്കാരെ തല്ലിക്കൊല്ലാൻ നോക്കുകയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള സമീപന പ്രശ്നങ്ങൾ വലിയ തോതിൽ സർക്കാരിനെ അൺപോപ്പുലർ ആക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെ നടപടികൾ നേരത്തെ പറഞ്ഞുള്ള കേരളത്തിലാകമാനം വലിയ തോതിലുള്ള കാലുഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു പ്രത്യേക വിഭാഗം ആളുകൾക്ക് സർക്കാരിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളുടെയും ട്രസ്റ്റിനെ നിലനിർത്തുകയും എല്ലാ വിഭാഗം ആളുകളുടെയും കോസിനെ ഉയർത്തി നിർത്തുകയും ഏതെങ്കിലും തരത്തിലുള്ള ജാതി മത സമുദായ കളികൾ കളിച്ച് ജയിക്കുകയും അങ്ങനെ ജയിക്കുന്ന ഒരു പാർട്ടി ആയിരുന്നില്ല. എല്ലാ ട്രസ്റ്റും നിലനിർത്തുകയായിരുന്നു ബാധ്യത. അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ മൂല്യം അതായിരുന്നു. കേരളത്തിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള രാഷ്ട്രീയ സമീപന മാതൃക അതായിരുന്നു. അത് വിട്ടിട്ട് ഈ കളി കളിക്കുകയാണ്. ഞാൻ പറഞ്ഞത് മുസ്ലിം സമുദായത്തിനകത്തുനിന്ന്, മുസ്ലിം സമുദായം എന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഒരു സെക്റ്റാണ്. അവരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ടെന്നും ആ നഷ്ടപ്പെടുന്നത് ഒരർത്ഥത്തിലും ഗുണമാവില്ല. അവരുടെ വോട്ട് പോകുന്നത് മാത്രമല്ല, മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെടുന്നു പാർട്ടിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, ഇപ്പോൾ മനസ്സിലാവുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് നിശബ്ദത പാലിക്കാനോ അതിൻ്റെ ശബ്ദം കുറയ്ക്കാനോ ഒന്ന് ടോൺ ഡൗൺ ചെയ്യാൻ അവർ തീരുമാനിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു സമയം കടന്നു പോയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ 11-ാം മണിക്കൂറിൽ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവും വെച്ചാൽ ട്രസ്റ്റ് എന്ന് പറയുന്ന സംഗതി നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം മൈനോറിറ്റി അവരുടെ എപ്പോഴും അതിജീവനത്തെക്കുറിച്ച് ഭയങ്കരമായ ആധിയുള്ള മനുഷ്യരാണ്. അവരതിനെക്കുറിച്ച് എപ്പോഴും അതുകൊണ്ടാണ് അവർ വളരെ ഹൈലി പൊളിറ്റിക്കലാണ്. നേരത്തെ പറഞ്ഞ പോലെ ആളുകളെ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും എപ്പോഴും രാഷ്ട്രീയം സംസാരിക്കാനും ഇടപെടാനും കഴിയുമ്പോൾ ഹൈലി പൊളിറ്റിക്കലി എൻഗേജ് ചെയ്യുന്നവരാണ്. അവർക്ക് ഈ CPM-നെ നോക്കുമ്പോൾ CPM കേവലമായ ഒരു 3-ാം ടേമിന് വേണ്ടി നമ്മുടെ സുരക്ഷയെ, നമ്മുടെ അതിജീവനത്തെ എറിഞ്ഞു കൊടുക്കുകയാണ്, പുച്ഛിക്കുകയാണ്, നമ്മുടെ കൺസേൺസിനെ പുച്ഛിക്കുകയാണെന്ന് തോന്നുകയാണ്. സോ അത് ഇനി ഒരു 2 മാസം കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കുറച്ചെങ്കിലും ഈ വിദ്വേഷ വർത്തമാനത്തിൻ്റെ ശബ്ദം കുറച്ച് ഇടതുപക്ഷമാണ് എന്ന് ബോധിപ്പിക്കാനെങ്കിലും സർക്കാരിനും ഇടതുപക്ഷത്തിനും കഴിയുക. അതാണ് ഇനി അവർക്ക് ചെയ്യാനുള്ള ബാക്കി കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചെയ്യാൻ ആ പാർട്ടിക്ക് പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.